നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു അബദ്ധം നമ്മുടെ കണ്ണടൻ്റെ ലെൻസിൻ്റെ വാറണ്ടി എന്നേക്കായിട്ട് നഷ്ടപ്പെടുത്തുന്നു എത്ര പേർക്ക് അറിയാം. ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഒരു ലെൻസ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നു. കോട്ടിംഗ് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ ലെൻസ് എടുത്ത് നോക്കിയപ്പോൾ അതൊരു കോട്ടിംഗ് കംപ്ലൈൻ്റ് ആയിരുന്നില്ല. മെറ്റീരിയൽ ഹീറ്റായി പോയതാണ്. കസ്റ്റമർ ചോദിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൻ്റെ സീറ്റിൻ്റെ അണ്ടറിലുള്ള സ്റ്റോറേജ് സ്പേസിൽ അദ്ദേഹം കണ്ട വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ്. ഒരു കാരണവശാലും നമ്മൾ സ്കൂട്ടറിൻ്റെ സീറ്റിൻ്റെ അണ്ടറിലുള്ള സ്റ്റോറേജിലോ അതല്ലെങ്കിൽ നമ്മളെ കാറിൻ്റെ ഡാഷ്ബോർഡിലോ ഒരിക്കലും നമ്മൾ കണ്ണട വെക്കരുത്. കാരണം മെറ്റീരിയൽ ഹീറ്റായി പോകും. ഹീറ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആ ലെൻസ് ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൽ മൊബൈലിൽ കാണിക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ആ ലെൻസൊക്കെ കൂടി ക്രാക്കായി പോയിട്ടുണ്ടാവും. മെറ്റീരിയൽ തന്നെ ക്രാക്ക് ആയിട്ടുണ്ടാവും. ഒരു ചിലന്തി വല മാതിരി ഉണ്ടാവും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാവർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കോട്ടിംഗ് കംപ്ലൈൻറ്റ് മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോട്ടിംഗ് റിമൂവ് ചെയ്തിട്ട് വീണ്ടും കോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ലെൻസ് വീണ്ടും ഫ്രഷ് ആയി. പക്ഷേ ഇതുപോലെ മെറ്റീരിയൽ ക്രാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഹെൽപ്ലെസ് ആയി പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിസ് ഹാൻഡ്ലിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡാമേജുകൾക്ക് വാറണ്ടി കിട്ടില്ല. ഉദാഹരണമായിട്ട് ഇതുപോലെ ലെൻസ് ഹീറ്റ് ആവുന്നത്, അതുപോലെ ലെൻസ് സ്ക്രാച്ച് ആവുന്നത്, ലെൻസ് ചിപ്പായി പോകുന്നത്, ബ്രേക്കേജ് ഗ്യാരണ്ടി ഇല്ലാത്ത ലെൻസുകൾ ബ്രേക്കായി പോകുന്നത്, ഇതിനൊന്നും വാറണ്ടി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു ഒപ്റ്റീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറോട് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം. ഇനി നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സ്വയം മനസ്സിലാക്കണം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കണ്ണട ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അശ്രദ്ധ കാരണം ഒരിക്കലും കണ്ണടൻ്റെ വാറണ്ടി നഷ്ടപ്പെടാതിരിക്കട്ടെ. താങ്ക് യു.